ഹലോ. ഇന്ന് ഞങ്ങള് ഫാമിലിയായിട്ട് ട്രിപ്പ് പോവാട്ടോ. വേറെ എങ്ങോട്ടുമല്ല, തഞ്ചാവൂർക്കാട്ടോ പോകുന്നത്. ഞങ്ങള് ഫാമിലിയായിട്ട് 2 കാറിനാട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിറങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അന്നപൂർണ്ണേന്നാട്ടോ കഴിച്ചത്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ സേലം വഴിയാട്ടോ പോകുന്നത്. വേഗം തന്നെ ഞങ്ങൾ പോന്നു. എന്നിട്ട് ഞങ്ങൾ തമിഴ്നാട് കയറിയിട്ടാട്ടോ ലഞ്ച് കഴിച്ചത്. ചോറാണ് കഴിച്ചത്. കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അത്രയ്ക്ക് നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ മിക്ക സ്ഥലങ്ങളിലെയും ഫുഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും. മാക്സിമം നമ്മള് കഴിക്കാന്നല്ലാണ്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഫുഡൊന്നും കിട്ടില്ല. പിന്നെ ഞങ്ങളവിടെ എത്താറാവുമ്പഴത്തേക്കും നല്ല പാടവും നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ടുട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങളൊരു 6 മണിയായപ്പോഴത്തേക്കും ചായയൊക്കെ കുടിച്ചു. വടയും ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തഞ്ചാവൂരിൻ്റെ അടുത്ത് തന്നെയാട്ടോ സ്റ്റേ എടുത്തത്. നല്ലൊരു അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ കുളിച്ച് ഞങ്ങൾ ആ വലിയ കോവിൽ പോയിട്ടോ, തഞ്ചാവൂരിൻ്റെ. എന്ത് മനോഹരമായ കോവിലാണെന്നറിയോ. നല്ല അവിടെ പോകുന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാട്ടോ. അത്രയ്ക്ക് നല്ലൊരു അമ്പലമാട്ടോ, ശിവൻ്റെ നല്ലൊരു അമ്പലമാണ്. അപ്പം പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കണം കേട്ടോ. ഇത് ആ അമ്പലത്തിൻ്റെ ഒരു റൂട്ട് മാപ്പ് പോലെയാട്ടോ കാണിച്ചേക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കയറുന്തോറും ഓരോ കൊത്തുപണികളൊക്കെ കാണാൻ നല്ല രസമാട്ടോ. ഓരോ കവാടത്തിലും ഓരോ കൊത്തുപണികളൊക്കെ ആട്ടോ ചെയ്തിരിക്കുന്നത്. ഇഷ്ടംപോലെ തത്തകളൊക്കെ ആ കവാടത്തിൻ്റെ ഓരോ സൈഡിലായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കയറുന്തോറും നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു കുളിർമയേകുന്ന കാഴ്ചകളാട്ടോ അവിടെ മൊത്തം. ഓരോ കല്ലിലും, അതായത് എനിക്ക് തോന്നുന്നു കരിങ്കല്ലിലൊക്കെ ഇത് ഉണ്ടാക്കിയേക്കുന്നു തോന്നുന്നു. ആ കല്ലിലൊക്കെ ഇവരുടെ ഏതോ ഒരു ലിപിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നന്ദി വിഗ്രഹമൊക്കെ കാണേണ്ടതാട്ടോ. ഒറ്റ കല്ലിലാണ് നന്ദീനെയൊക്കെ ചെയ്ത് വച്ചിരിക്കുന്നത്. 1000 വർഷം കൊണ്ടുണ്ട് കേട്ടോ പഴക്കം. ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ അകത്തേക്ക് തൊഴാൻ വേണ്ടി. 1 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാട്ടോ ഞങ്ങൾ അകത്ത് കയറിയത്. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. ഇത് നിയന്ത്രിക്കാനൊന്നും ആളുണ്ടായില്ല. അപ്പം അതിൻ്റേതായ തിരക്കൊക്കെ അവിടെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും തിരക്കുകൾ നിന്ന് 1 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഞങ്ങൾ അകത്ത് കയറി തൊഴുത് അവിടെ എല്ലാം മൊത്തം ചുറ്റി നടന്ന് കണ്ടട്ടോ. നല്ലൊരു അമ്പലം കേട്ടോ. അപ്പം എല്ലാവരും പോയി അതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയാട്ടോ. അത്രയ്ക്ക് കാണാനുണ്ട് അവിടെ. അത്രയ്ക്ക് നല്ലതാട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ